നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൈവെള്ളയിലെ മണ്ഡലങ്ങളും അവിടെ തെളിഞ്ഞു വരുന്ന ചില അടയാളങ്ങളെ പറ്റിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൈവെള്ളയിലെ മണ്ഡലങ്ങളും അതിൽ തെളിഞ്ഞു വരുന്ന ചില അടയാളങ്ങളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണും പോലെ പെരുവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് ശുക്രമണ്ഡലം. അവിടെ ശുക്രചിഹ്നം കാണപ്പെട്ടാൽ ശുക്രമണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ന്യൂനതകളെ പരിഹരിച്ച് ശുക്രനിൽ നിന്നും ലഭിക്കേണ്ട എല്ലാവിധ ഗുണഗണങ്ങളും നമുക്ക് ലഭിക്കാനിടയാകും. ചിത്രത്തിൽ കാണും പോലെ ശുക്രമണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർ ശുക്രനെ കൊണ്ട് ചിന്തിക്കാവുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് വലിയ മഹാത്മ്യത്തോടെയുള്ള ഒരു നയതന്ത്ര ജീവിതം നയിക്കുന്നവരായിരിക്കും. അടുത്തതായി ചിത്രത്തിൽ കാണും പോലെ ചൂണ്ടുവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് വ്യാഴമണ്ഡലം. അവിടെ ഒരു വ്യാഴചിഹ്നം കാണപ്പെട്ടാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണത്വം ലഭിക്കുന്നതായിരിക്കും. അവിടെ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർക്ക് രാഷ്ട്രീയ നേതൃത്വം, ഭരണസ്വാരഥ്യം, നല്ല നയതന്ത്രജ്ഞതയും പ്രവൃത്തികളിൽ വിജയവും നേടുന്നവരായിരിക്കും. അടുത്തതായി ചിത്രത്തിൽ കാണും പോലെ നടുവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് ശനിമണ്ഡലം. അവിടെ ഒരു ശനിചിഹ്നം തെളിഞ്ഞു കാണപ്പെട്ടാൽ അവർ മതത്തെപ്പറ്റിയും പരമരഹസ്യ ശാസ്ത്രങ്ങളെപ്പറ്റിയും കൂടാതെ തത്വചിന്ത, ഹിപ്നോട്ടിസം തുടങ്ങിയവയെ പറ്റിയൊക്കെ പഠിക്കാനും അത് ഉപയോഗപ്പെടുത്തുവാനും കഴിവുള്ളവരായിരിക്കും. അതേപോലെ ശനിമണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർ ജ്യോതിഷം, മന്ത്രവാദം, ഹിപ്നോട്ടിസം, ഹസ്തരേഖാശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നവരായിരിക്കും. അടുത്തതായി ചിത്രത്തിൽ കാണും പോലെ മോതിരവിരലിൻ്റെ അടിയിൽ കാണുന്ന മണ്ഡലമാണ് സൂര്യമണ്ഡലം. അവിടെ ഒരു സൂര്യചിഹ്നം കാണപ്പെട്ടാൽ അവർ കലാനൈപുണ്യം, ശ്രേഷ്ഠബുദ്ധി, സാമ്പത്തിക ഭദ്രത തുടങ്ങിയ എല്ലാവിധ യശസ്സുകളും സ്വായത്തമാക്കുന്നവരായിരിക്കും. അവിടെ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർ നിത്യപരിശ്രമശാലികളും സ്വപരിശ്രമത്താൽ വിജയം വരിച്ച് ഉന്നതിയെ പ്രാപിക്കുന്നവരുമായിരിക്കും. ചിത്രത്തിൽ കാണും പോലെ ചെറുവിരലിൻ്റെ അടിയിൽ കാണപ്പെടുന്ന മണ്ഡലമാണ് ബുധമണ്ഡലം. അവിടെ ഒരു ബുധചിഹ്നം കാണപ്പെട്ടാൽ അവർക്ക് ഭാഗ്യവർധന ഉണ്ടാകുന്നതാണ്. ബുധമണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർക്ക് വ്യവസായം, രാജ്യതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ വിജയം നേടുന്നവരായിരിക്കും. ഈ കാണുന്നതാണ് ചന്ദ്രമണ്ഡലം. അവിടെ ഒരു ചന്ദ്രചിഹ്നം കാണപ്പെട്ടാൽ അവർക്ക് ബുദ്ധിശൂന്യതയുണ്ടാകും, ദുസ്വപ്നങ്ങൾ കാണുക, ആരോഗ്യക്കുറവ് എന്നിവയൊക്കെ ആയിരിക്കും അതിൻ്റെ ഫലം. ചന്ദ്രമണ്ഡലത്തിൽ ഒരു ത്രികോണ ചിഹ്നമാണ് കാണപ്പെടുന്നതെങ്കിൽ അവർ സാഹിത്യാദി കലകളിൽ പ്രാവീണ്യം, നിരൂപണ സാമർഥ്യം, പ്രാസംഗികർ തുടങ്ങിയ വിഷയങ്ങളിൽ വിജയവും പ്രശസ്തിയും കൈവരിക്കുന്നവരായിരിക്കും. ചിത്രത്തിൽ കാണും പോലെ ചൊവ്വയ്ക്ക് കൈവെള്ളയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ ചൊവ്വ ചിഹ്നമുണ്ടായാൽ അവർക്ക് ചൊവ്വയെ കൊണ്ടുള്ള എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. പ്രധാനമായും ഈ ചിഹ്നം മണ്ഡലത്തെ പുഷ്ടിപ്പെടുത്തുന്നു എന്ന് പറയാം. ചിത്രത്തിൽ കാണും പോലെ ചൊവ്വ മണ്ഡലങ്ങളിൽ ത്രികോണ ചിഹ്നം കാണപ്പെടുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നവരും, ശാസ്ത്രീയ നിരീക്ഷണ സാമർഥ്യമുള്ളവരും, അചഞ്ചലത്വം, ധീരത എന്നിവയുള്ളവരുമായിരിക്കും. ആയുർരേഖയുടെ അവസാനത്തിൽ ഒരു ത്രികോണ ചിഹ്നം കാണപ്പെട്ടാൽ അവർ എല്ലാ കാര്യത്തിലും ക്ഷമയുള്ളവരും ദയാഹൃദയരുമായിരിക്കും. ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട്
കൈവെള്ളയിലെ മണ്ഡലങ്ങളും അവിടെ തെളിഞ്ഞു കാണുന്ന ചില അടയാളങ്ങളെ പറ്റിയുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.